ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ചാന്ദ്ര ദിനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ്, ഈ ഒരു ചന്ദ്രന്റെയും ബാക്കിയുള്ള സ്പേസ് മിഷനുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്പേസ് മിഷൻസിനെ പറ്റിയുള്ള ചോദ്യങ്ങളുമാണ്. വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. ചാന്ദ്ര ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ ആ വീഡിയോസ് കൂടി പോയി കാണുക. കാരണം ഇത്രയും കാലം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ചാന്ദ്ര ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ ചോദ്യങ്ങളെല്ലാം നമ്മൾ മുൻപുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കുറച്ച് ടഫായ കറണ്ട് അഫയേഴ്സ് മേഖലയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന ഓരോ ചോദ്യവും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ബഹിരാകാശത്തെത്തിയ മലയാളി വംശജനായ ആദ്യ നാസ ബഹിരാകാശ സഞ്ചാരി ആരാണ്? നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പത്രങ്ങളിലും അതുപോലെ തന്നെ ന്യൂസിലും കണ്ടിട്ടുണ്ടാവും. ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണിത്. ഉത്തരം ഡോക്ടർ അനിൽ മേനോൻ. അതായത് ബഹിരാകാശത്തെത്തിയ മലയാളി വംശജനായ ആദ്യ നാസ ബഹിരാകാശ സഞ്ചാരിയാണ് ഡോക്ടർ അനിൽ മേനോൻ. 2026 ജൂലൈ 14 ഇദ്ദേഹം സോയൂസ് MS-29 പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചത്. പേടകത്തിന്റെ പേര് മറക്കരുത്, സോയൂസ് MS-29. രണ്ടാമത്തെ ചോദ്യം. ഡോക്ടർ അനിൽ മേനോന്റെ കുടുംബവേരുകൾ കേരളത്തിലെ ഏത് ജില്ലയിലാണ്? സിമ്പിളായി പറയുകയാണെങ്കിൽ അദ്ദേഹം കേരളത്തിൽ എവിടെ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പാലക്കാടാണ്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ് ഇദ്ദേഹത്തിന്റെ പിതാവ് KP ശങ്കരമേനോൻ. ചോദ്യം നമ്പർ 3. ഇന്ത്യയുടെ ചരിത്രപരമായ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പൈലറ്റ് ആരാണ്? ഉത്തരം പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഇന്ത്യയുടെ ചരിത്രപരമായ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പൈലറ്റ്. ഇദ്ദേഹവും പാലക്കാട് നെന്മാറ സ്വദേശിയാണ്. ചോദ്യം നമ്പർ 4. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കാൻ നാസ വിഭാവനം ചെയ്ത ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എവിടെ നോക്കിയാലും ഇതിനെപ്പറ്റിയാണ് കാണുന്നത്. ഉത്തരം ആർടെമിസ് മിഷൻ ആണ്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കാൻ നാസ വിഭാവനം ചെയ്ത ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? ആർടെമിസ് എന്നാണ്. ആർടെമിസ് മിഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അഞ്ചാമത്തെ ചോദ്യവും ആർടെമിസ് മിഷനുമായി ബന്ധപ്പെട്ടാണ്. ആർടെമിസ് ദൗത്യത്തിലൂടെ ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് മനുഷ്യനെ ഇറക്കാൻ നാസ ലക്ഷ്യമിടുന്നത്? ഉത്തരം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം അല്ലെങ്കിൽ ചന്ദ്രന്റെ സൗത്ത് പോൾ എന്നൊക്കെ പറയാം. ആർടെമിസ് ദൗത്യത്തിലൂടെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനാണ് നാസയുടെ പ്ലാൻ എന്ന് നമുക്കറിയാം. എവിടെയാണ്, ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം അല്ലെങ്കിൽ സൗത്ത് പോൾ എന്നാണ് ഉത്തരം. ചോദ്യം നമ്പർ 6. ചന്ദ്രനിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നതിനായി നാസ വികസിപ്പിച്ച ഏറ്റവും ശക്തമായ റോക്കറ്റ് സംവിധാനം ഏതാണ്? ഉത്തരം SLS-ന്റെ ഫുൾ ഫോം കൂടി ഓർത്തിരിക്കുക. സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്നാണ് SLS-ന്റെ ഫുൾ ഫോം. എന്താണ് SLS എന്ന് മറന്നുപോകരുത്. ചന്ദ്രനിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നതിനായി നാസ വികസിപ്പിച്ചെടുത്ത ഏറ്റവും ശക്തമായ റോക്കറ്റ് സംവിധാനമാണ് SLS-ന്റെ ഫുൾ ഫോം കൂടി ഓർത്തിരിക്കുക. സ്പേസ് ലോഞ്ച് സിസ്റ്റം. ചോദ്യം നമ്പർ 7. ആർടെമിസ് ദൗത്യത്തിൽ ബഹിരാകാശ സഞ്ചാരികൾ സഞ്ചരിക്കുന്ന പേടകത്തിന്റെ പേരെന്താണ്? സിമ്പിളായി പറയുകയാണെങ്കിൽ ക്രൂ ക്യാപ്സ്യൂളിന്റെ പേരെന്ത്? ഒരു ബഹിരാകാശ ദൗത്യത്തിൽ ബഹിരാകാശ സഞ്ചാരികൾ സഞ്ചരിക്കുന്ന പേടകത്തെയാണ് നമ്മൾ ക്രൂ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ആ ഒരു ആർടെമിസ് ദൗത്യത്തിലെ ക്രൂ ക്യാപ്സ്യൂളിന്റെ പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓറിയോൺ എന്നാണ്. ഈ ഒരു ആർടെമിസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഈ വർഷം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരം ഓർത്തിരിക്കുക, ഓറിയോൺ.
ചോദ്യം നമ്പർ 8 അനിൽ മേനോനെ പറ്റിയാണ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ ദമ്പതികൾ എന്ന പദവി സ്വന്തമാക്കിയവരിൽ ഒരാളാണ് ഡോക്ടർ അനിൽ മേനോൻ. സ്പേസ് എക്സിന്റെ പൊരാളിസ് ഡോൺ ദൗത്യത്തിലൂടെ ബഹിരാകാശത്ത് നടന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെന്താണ്? ഉത്തരം അന്ന മേനോൻ. ബഹിരാകാശ ദമ്പതികൾ ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ ദമ്പതികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഡോക്ടർ അനിൽ മേനോനും അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന മേനോനുമാണ്. ഇവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ആർട്ടമിസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാം നോക്കി പഠിച്ചു പോവുക. ചോദ്യം നമ്പർ 9. ആർട്ടമിസ് 2 ദൗത്യത്തിലൂടെ ചന്ദ്രനെ വലം വയ്ക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്? ഉത്തരം ക്രിസ്റ്റീന കോച്ച്. ക്രിസ്റ്റീന കോച്ച് എന്നാണ് ആ വനിതയുടെ പേര്. ആർട്ടമിസ് 2 ദൗത്യത്തിലൂടെ ചന്ദ്രനെ വലം വയ്ക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റീന കോച്ച്. 10ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരുടെ കൊച്ചുമകന്റെ മകനായ പ്രശസ്ത ബഹിരാകാശ സഞ്ചാരി ആരാണ്? മറ്റാരുമല്ല, നമ്മൾ ഈ വീഡിയോയിൽ 3-4 പ്രാവശ്യം പറഞ്ഞ ഡോക്ടർ അനിൽ മേനോനാണ് ഈ ഒരു ബഹിരാകാശ സഞ്ചാരി. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡോക്ടർ അനിൽ മേനോൻ. ചോദ്യം നമ്പർ 11. 2026 ഏപ്രിൽ 4 ബഹിരാകാശ സഞ്ചാരികളുമായി ചന്ദ്രനെ വലം വയ്ക്കാൻ അല്ലെങ്കിൽ ലൂണാർ ഫ്ലൈബൈ ലക്ഷ്യമിട്ട് നാസ തയ്യാറെടുക്കുന്ന ചരിത്രപ്രധാനമായ ദൗത്യം ഏതാണ്? ഉത്തരം നമ്മൾ തൊട്ട് മുമ്പ് ക്രിസ്റ്റീന കോച്ചിനെ പറ്റി പറഞ്ഞിരുന്നു. അവരുടെ മിഷൻ ഏതായിരുന്നു? ആർട്ടമിസ് 2. ആ ആർട്ടമിസ് 2 ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. 2026 ഏപ്രിൽ 4 ബഹിരാകാശ സഞ്ചാരികളുമായി ചന്ദ്രനെ വലം വയ്ക്കാൻ ലക്ഷ്യമിട്ട് നാസ തയ്യാറെടുപ്പിച്ച മിഷന്റെ പേരെന്നാണ് ദൗത്യത്തിന്റെ പേര് ആർട്ടമിസ് 2. ചോദ്യം നമ്പർ 12. 2024 ജൂണിൽ ചന്ദ്രന്റെ ആരും കാണാത്ത മറുവശത്ത് നിന്നും, അതായത് ഫാർ സൈഡ് എന്നാണ് ഇതിനെ പറയാറ്, ആദ്യമായി മണ്ണും പാറക്കഷ്ണങ്ങളും ശേഖരിച്ച് വിജയകരമായി ഭൂമിയിലെത്തിച്ച ചൈനീസ് ദൗത്യത്തിന്റെ പേരെന്താണ്? ചോദ്യങ്ങൾ കുറച്ച് വലുതാണെങ്കിലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഈ ഒരു ചൈനീസ് ദൗത്യത്തിൻ്റെ പേര് ചാങ് ഇ 6 എന്നാണ്. മൂണിൻ്റെ, അതായത് ചന്ദ്രൻ്റെ ഫാർ സൈഡിൽ നിന്നും ആദ്യമായി മണ്ണും പാറകഷ്ണങ്ങളും ശേഖരിച്ച് വിജയകരമായി ഭൂമിയിലെത്തിച്ച ചൈനീസ് ദൗത്യത്തിൻ്റെ പേര് ചാങ് ഇ 6. 13ാമത്തെ ചോദ്യം. 2025 ജൂണിൽ അമേരിക്കയുടെ സ്പേസ് എക്സ് റോക്കറ്റിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക്, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിക്കുകയും അവിടെ വെച്ച് സുപ്രധാന പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്ത ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാൻശു ശുക്ലയാണ്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശുഭാൻശു ശുക്ല. നാസയുടെ സഹായത്തോടെ നടന്ന ആക്സിയോം 4 ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു ഇദ്ദേഹം. 14ാമത്തെ ചോദ്യം. ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ച് ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ പേടകമെന്ന ഖ്യാതി 2024 ഫെബ്രുവരിയിൽ സ്വന്തമാക്കിയ ലാൻഡർ ഏതാണ്? ഉത്തരം ലാൻഡർ ഒഡീസിയസ്. ഒഡീസിയസ് എന്നാണ് ആ ലാൻഡറിൻ്റെ പേര്. ഇൻഡ്യൂവേറ്റീവ് മെഷീൻസ് എന്ന അമേരിക്കൻ സ്വകാര്യ കമ്പനിയാണ് ഈ ഒരു ലാൻഡർ നിർമ്മിച്ചിരിക്കുന്നത്. ചോദ്യം നമ്പർ 15. ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സ 2024 ജനുവരിയിൽ ചന്ദ്രനിൽ ഇറക്കിയ പേടകം ഏതാണ്? പേടകത്തിൻ്റെ പേര് ഓർത്തിരിക്കുക, സ്ലിം എന്നാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പേരാണ്. ജപ്പാൻ ബഹിരാകാശ ഏജൻസിയാണ് ജാക്സ. ആ ഒരു ജാക്സ 2024 ജനുവരിയിൽ ചന്ദ്രനിൽ ഇറക്കിയ പേടകത്തിൻ്റെ പേരാണ് സ്ലിം. ചോദ്യം നമ്പർ 16. ചന്ദ്രനിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് തിരികെ ഭൂമിയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്ന വരാനിരിക്കുന്ന അടുത്ത ചാന്ദ്ര ദൗത്യത്തിൻ്റെ പേരെന്താണ്? സംശയമൊന്നും വേണ്ട, ചാന്ദ്രയാൻ തന്നെയാണ്. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിൻ്റെ പേര് ചാന്ദ്രയാൻ എന്നാണ്. ചാന്ദ്രയാൻ 1, 2, 3 എല്ലാം കഴിഞ്ഞതാണ്. ഇനി വരാൻ പോകുന്നത് ചാന്ദ്രയാൻ 4. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ചാന്ദ്രയാൻ 4.
17ാമത്തെ ചോദ്യം, നിസാർ അല്ലെങ്കിൽ NISAR എന്ന ലോകത്തിലെ ഏറ്റവും ചെലവേറിയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹത്തിന്റെ ഫുൾ ഫോം എന്താണ്? ഫുൾ ഫോമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. 2025 ജൂലൈയിൽ ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി വിക്ഷേപിച്ച ഭൂമിയുടെ പ്രകൃതി വ്യതിയാനങ്ങൾ നിരീക്ഷിക്കാനുള്ള ലോകത്തിലെ ഏറ്റവും ചെലവേറിയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് നിസാർ എന്ന് പറയുന്നത്. ഇതിന്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക, നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് നിസാറിന്റെ ഫുൾ ഫോം. ചോദ്യം നമ്പർ 18, സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം അതായത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ BAS നിർമ്മിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്ന ആദ്യഘട്ടം അതായത് BAS-01 ഏത് വർഷത്തോടെ വിക്ഷേപിക്കുമെന്നാണ് ISRO പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ BAS എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യഘട്ടമായ BAS-01 2028ഓടെ വിക്ഷേപിക്കുമെന്നാണ് ISRO നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 2028ഓടെ. വീഡിയോയിലെ 19ാമത്തെ ചോദ്യം, വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ, വ്യാഴം എന്നത് ജുപിറ്ററിൻ്റെ മലയാളമാണ്, അതിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്താനായി 2024 ഒക്ടോബറിൽ നാസ വിക്ഷേപിച്ച വമ്പൻ ബഹിരാകാശ പേടകം ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം യൂറോപ്പ ക്ലിപ്പർ എന്നാണ്. ആ ഒരു വമ്പൻ ബഹിരാകാശ പേടകത്തിൻ്റെ പേര് യൂറോപ്പ ക്ലിപ്പർ എന്നാണ്. ഈ ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ ദൗത്യം എന്താണ്? യൂറോപ്പയിൽ ജീവൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്തുക എന്നാണ് ഈ ഒരു യൂറോപ്പ ക്ലിപ്പർ എന്ന ബഹിരാകാശ പേടകത്തിന്റെ ദൗത്യം. വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുന്നു. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ചാന്ദ്രദിന ക്വിസിന്റെ PDF വേണ്ടവർ ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വളരെയധികം ഉപകാരപ്രദമായ നിങ്ങൾക്ക് 1ാം സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റഡി ബാച്ചാണിത്. ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം അഡ്മിനിന് ജോയിൻ എന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അഡ്മിനോട് ചോദിച്ചാൽ അഡ്മിൻ പറഞ്ഞു തരുന്നതാണ്. എല്ലാവരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ 20ാമത്തെ ചോദ്യം, ചന്ദ്രന്റെ ഉപരിതലത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രഷറൈസ്ഡ് ലൂണാർ റോവർ നിർമ്മിക്കുന്നതിനായി 2024 നാസയുമായി കൈകോർത്ത രാജ്യം ഏതാണ്? ആ രാജ്യം ജപ്പാനാണ്. അതായത് നാസയുമായി കൈകോർത്ത ആ രാജ്യം ജപ്പാനാണ്. ജാക്സയും ടൊയോട്ട കമ്പനിയും ചേർന്നാണ് ഈ ഒരു ബഹിരാകാശ വണ്ടി നിർമ്മിക്കുന്നത്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രഷറൈസ്ഡ് ലൂണാർ റോവറാണിത്. 2024 നാസയും ഈ ഒരു ജപ്പാന്റെ ജാക്സ എന്ന് പറയുന്ന സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും കൈകോർത്തിരിക്കുന്നത്. ജാക്സ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ജപ്പാന്റെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ പേരാണ് ജാക്സ. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഭൂമിയുടെ തൊട്ടടുത്തുള്ള ഗ്രഹമായ ചൊവ്വയുടെ 2 ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം നൽകുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോയ്ക്ക് ഓൾറെഡി ലെങ്ത് കുറച്ച് കൂടുതലാണ്. എല്ലാം നല്ല ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോസിലെ ചാന്ദ്രദിന വീഡിയോസിലെ വിന്നറിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നർ ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും താഴെ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് നിർബന്ധമായി നൽകുക. അപ്പോൾ നമ്മൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോസിൽ ഒന്നാണിത്. കാരണം ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളും ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ്. കാരണം ആ ചോദ്യങ്ങളുടെ ലെങ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണിത്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റഡി ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കാര്യവും മറക്കരുത്. നിങ്ങൾ വാട്സപ്പിൽ പോയി ആ ഒരു സ്റ്റഡി ബാച്ചിനെ പറ്റി അന്വേഷിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.